ഈ KSRTC ബസ്സിനും ഇതിലെ ഡ്രൈവർക്കും ഒരു ബിഗ് സല്യൂട്ട്, ഒരു ലൈക്കും. അദ്ദേഹത്തിൻ്റെ അവസര ഔചിതമായ ഇടപെടൽ കൊണ്ട് ഇന്നൊരു ജീവൻ രക്ഷിക്കാനിടയായി. മുണ്ടക്കയത്തിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുന്ന KSRTC ബസ്സാണിത്. ഞാനതിലെ യാത്രക്കാരിയാണ്. ഒരു സഹോദരി മുണ്ടക്കയം കഴിഞ്ഞ് പുലിക്കുന്നൊക്കെ കഴിഞ്ഞ് സ്റ്റോപ്പിൽ ഇറങ്ങി. അവർ പെട്ടെന്ന് ചാടി ഇറങ്ങി. കണ്ടക്ടർ ബെല്ല് കൊടുത്ത് ഡോർ അടച്ചു. പക്ഷേ ഈ കണ്ടക്ടർ ഈ ഡ്രൈവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരുടെ ഷാള് പകുതി ഭാഗം വണ്ടിക്കകത്ത് തൂങ്ങിക്കിടക്കുന്നു. ഇവരുടെ കഴുത്തേൽ അത് ചുരുങ്ങുക. ഇയാൾ ആ സൈഡ് ക്ലാസ്സിൽ കൂടി ഇദ്ദേഹം നോക്കിയപ്പം ഇവർ ഷാളയിൽ കുരുങ്ങുന്നതാണ് കണ്ടത്. പെട്ടെന്ന് ആ മനുഷ്യൻ വണ്ടി ചവിട്ടി നിർത്തി കണ്ടക്ടറോട് വിവരം പറഞ്ഞു ഡോറ് തുറക്കാൻ. അവർ ആ കഴുത്തിങ്ങനെ മുറുകി, എന്തായാലും ഞൊടി നേരം കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഇടപെടൽ കൊണ്ട് ആ സഹോദരിയുടെ ജീവൻ തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ ഇന്നൊരു ജീവിതം വഴിയിൽ പൊലിഞ്ഞു പോയേനെ. നമ്മുടെ ശ്രദ്ധയില്ലായ്മ, നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോൾ സഹോദരിമാർ ആ സാരിയോ ആ ഷാളൊക്കെ ആണെങ്കിലും ഒന്ന് ഒതുക്കി നമ്മളൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമോ? കൂടുതലും സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അപകടങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ശ്രദ്ധക്കുറവുണ്ട്. അവരൊക്കെ എന്ത് ശ്രദ്ധയോടെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് നോക്കി. നമ്മുടെ ജീവനും കൂടെയാണ് അവർ പരിപാലിക്കുന്നത്. അവർ നോക്കുന്നുണ്ട്. അവരുടെ ആ ശ്രദ്ധ കൊണ്ടാണ് ആ അപകടത്തിൽ നിന്ന് ഒഴിവായത്. അവർക്കല്ലേ നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. നമ്മൾ പെട്ടെന്ന് വണ്ടി തല്ലിപ്പൊളിക്കുവോ, ഡ്രൈവർക്കിട്ട് അടിക്കുവോ, കണ്ടക്ടറിട്ട് അടിക്കുവോ, ചീത്ത പറയുകയോ ഒക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കയ്യിലെ തെറ്റല്ലേ. ഞാൻ 2-3 ദിവസം യാത്രയിലായിരുന്നു. ആ 2-3 ദിവസത്തെ യാത്രയിൽ എത്ര ജീവിതങ്ങളാണ് വഴിയിൽ അപകടത്തിൽപ്പെട്ടതും മരിച്ചു പോയതും ഒക്കെ കാണുന്നത്. അതൊക്കെ കുറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ളവരെ നമ്മൾ സല്യൂട്ട് കൊടുക്കണം അവർക്ക്. അവർ നമ്മുടെ ജീവൻ രക്ഷിക്കുകയും യാത്രക്കാരെ മുഴുവനും ജീവനാണ് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണം നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അവരെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അവർക്ക് നല്ല അനുമോദനങ്ങളാണ് കൊടുക്കേണ്ടത്. ഈ